ശ്രീ പി എം അർഷോദ നേരത്തെ ജ്യോതികുമാർ ചാമക്കാല വളരെ ഡയറക്റ്റായി അങ്ങോട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. ഈ നാട്ടിൽ നിയമങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിലയില്ലാത്തത് കൊണ്ടാണോ? ഞങ്ങൾ പ്രചരിപ്പിക്കാൻ ആവശ്യമായ കാര്യം പ്രചരിപ്പിക്കും, അതിനുശേഷം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നേരിട്ട് കൊള്ളാമെന്ന നിലപാടെടുക്കുന്നത് എന്ന് ഇത്തരം പത്രപരസ്യങ്ങൾ നൽകുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബോധ്യപ്പെടുത്തി അവിടെ നിന്ന് കിട്ടുന്ന അനുമതി പത്രം അടക്കമാണ് പത്രങ്ങളിൽ ഈ പരസ്യത്തിന് കണ്ടന്റ് കൊടുക്കുന്നത് എന്ന് അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഇതൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും, അതിനുശേഷം വരുന്നത് എന്താണെങ്കിലും ഞങ്ങൾ കണ്ടോളാം എന്ന് പറയുന്നത് നിയമത്തിനെതിരെയുള്ള വെല്ലുവിളിയല്ലേ എന്ന് ചോദിക്കുന്നു ശ്രീ ജ്യോതികുമാർ ചാമക്കാല. അല്ല, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചും ജനാധിപത്യത്തെ കുറിച്ചൊക്കെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് പറയുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട്. ഇവിടെ ഇന്നത്തെ ദിവസവും ഇവരുടെ പ്രഖ്യാപനമുണ്ട്, നാളെ കള്ളവോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ആരെങ്കിലും തടഞ്ഞാൽ അതിനെ ഞങ്ങൾ നേരിടും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഈ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനടക്കം നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് ഈ പറഞ്ഞ ആയിരക്കണക്കിന് കള്ളവോട്ട് ചേർത്ത ആളുകൾ ജനാധിപത്യം, തെരഞ്ഞെടുപ്പ് അട്ടിമറി, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട് എന്നുള്ളതാണ് അതിനെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്. ഞങ്ങൾ പറഞ്ഞല്ലോ, വളരെ കൃത്യമായി ഞങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ട്. ഇനി ഈ നിമിഷം വരെ ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണവും ചോദിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സാങ്കേതിക പ്രയാസങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം ചോദിക്കണമല്ലോ. ഞങ്ങളോട് ഈ ഘട്ടം വരെ ഒരു വിശദീകരണവും ഈ പത്രപരസ്യവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിച്ചിട്ടില്ല. അങ്ങനെ ചോദിക്കുന്ന പക്ഷം വളരെ കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകും എന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ വിശദീകരണം നൽകില്ല എന്നല്ല ഞങ്ങൾ പറഞ്ഞത്. നിയമം ലംഘിക്കുകയാണ് എങ്കിൽ അതിനുശേഷം പോലീസ് കേസ് എടുക്കും, അല്ലെങ്കിൽ പോലീസ് കേസ് എടുത്തില്ലല്ലോ എന്ന് ആ ക്രൈം ഉണ്ടായതിനു ശേഷം അപ്പോൾ തന്നെ ചോദിക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ ഒരു നിയമം ഉണ്ട് എന്ന്, അതായത് ഈ അനുമതി പത്രത്തോടൊപ്പമാണ് പരസ്യത്തിന്റെ കണ്ടന്റ് പത്രങ്ങൾക്ക് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ധാരണയുണ്ടാകുമല്ലോ. അങ്ങനെയാണോ കൊടുത്തത്? മാഡം ഞങ്ങൾ വളരെ കൃത്യമായി അതിൻ്റെ എല്ലാ ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഏതെങ്കിലും നിലയ്ക്കുള്ള ചട്ടം പാലിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് മന്ത്രി പി രാജീവ് ഒക്കെ മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുന്നല്ലോ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായി കാണും എന്ന്. അതെന്തായിരുന്നു ആ സാങ്കേതിക പ്രശ്നം? അല്ല, നിങ്ങൾ മാധ്യമങ്ങളാണല്ലോ കൊടുത്തുകൊണ്ടിരിക്കുന്നത് വാർത്തയിൽ സാങ്കേതിക പ്രശ്നം ഉണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച്. അങ്ങനെ സാങ്കേതിക പ്രശ്നങ്ങൾ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെ എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളത് പരിഹരിക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അല്ല, മാധ്യമങ്ങൾ സാങ്കേതിക പ്രശ്നമുണ്ടെന്നല്ല, അനുമതി ഇല്ലാതെ കൊടുത്തു എന്നുള്ളതാണല്ലോ വിവരം എന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത് ഈ അനുമതി അടക്കമുള്ള കാര്യങ്ങൾ ചില സാങ്കേതിക കാര്യങ്ങളുണ്ട്, അത് പിന്നീട് പരിഹരിച്ചോളാം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സാങ്കേതിക പ്രശ്നം ഉള്ളതിനെ കണ്ണടച്ചുകൊണ്ടാണോ ഇതുമായി മുന്നോട്ട് പോകേണ്ടത്? അല്ല, ഞങ്ങളുടെ ശ്രദ്ധയിൽ അങ്ങനെ ഒരു സാങ്കേതിക പ്രശ്നം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ സൂചിപ്പിച്ച ഘട്ടത്തിൽ അങ്ങനെ എന്തെങ്കിലും സാങ്കേതിക പ്രശ്നം ഉണ്ടെങ്കിൽ സ്വാഭാവികമായും അതിന്റെ വിശദീകരണം ഉണ്ടാവും. വിശദീകരണം വരുന്ന ഘട്ടത്തിൽ ഞങ്ങളത് പരിഹരിച്ചു കൊള്ളും എന്നുള്ളതാണ് പറഞ്ഞുള്ളത്. അതിനകത്തൊരു നിയമത്തെയും വെല്ലുവിളിക്കുന്ന ഈ സാങ്കേതിക പ്രശ്നമാണ് അവരുടെ പ്രശ്നം. അയ്യോ ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. ജ്യോതികുമാറും ഈ പറഞ്ഞ ബി.ജെ.പി. പ്രതിനിധിയൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യമുണ്ടല്ലോ. ജ്യോതികുമാർ വീണ്ടും പറയാ വർഗീയമായി ധ്രുവീകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആര് ജ്യോതികുമാർ? ഈ കണ്ടന്റിനകത്ത് എന്താണ് വർഗീയമായി ധ്രുവീകരിക്കുന്ന കണ്ടന്റ് ഉള്ളത്? ഇനി ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ 2 പത്രത്തിൽ പരസ്യം കൊടുത്തു. ഞങ്ങൾ ഇന്ന് 4 പത്രത്തിൽ പരസ്യം കൊടുത്തിട്ടുണ്ട് മാഡം. 4 പത്രത്തിൽ ഞങ്ങൾ പരസ്യം കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ പരസ്യത്തിൽ എവിടെയാണ് ഇതിനകത്ത് മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന കണ്ടന്റ് ഉള്ളത്? ആ നിലയ്ക്കുള്ളൊരു കണ്ടന്റും ഇല്ല. ഇനി ഇവർക്ക് വലിയ ജാള്യത ഉണ്ടാകും. ഇന്ന് ഇവർ പറയണ്ടല്ലോ, അയ്യോ സന്ദീപ് വാര്യർ മഹാനായ മനുഷ്യനായി മാറി. ആ മഹാനായ മനുഷ്യൻ കോൺഗ്രസിലേക്ക് വന്ന് ഈ നിമിഷം വരെ RSSനെ തള്ളി പറയാൻ തയ്യാറായിട്ടുണ്ടോ? രാഷ്ട്രീയമായ ഉൾവിളി ഉണ്ടായിട്ട് തെറ്റിദ്ധരുത്തി കോൺഗ്രസിലേക്ക് വന്ന ആളൊന്നല്ല സന്ദീപ് വാര്യർ. അദ്ദേഹം എന്താ വന്ന സംഘടനാപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പുറത്ത്. അല്ലാതെ അദ്ദേഹം ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിനകത്ത് വന്നു നിന്ന് ആവർത്തിച്ച് പുലമ്പിയ വിദ്വേഷ പ്രചരണം എന്തൊക്കെയായിരുന്നു നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ. അവ ഏതിനെങ്കിലും തള്ളി പറയാൻ വേണ്ടി തയ്യാറായിട്ടുണ്ടോ? ഇനി അത് തള്ളി പറയണമെന്ന് നാളെ ദേശാഭിമാനിയിൽ പ്രസിദ്ധീകരിക്കുമോ എന്ന്? പി സരിന്റെ മുൻ നിലപാടുകൾ നാളെ ദേശാഭിമാനിയിൽ പ്രസിദ്ധീകരിക്കുമോ എന്ന്? പി സരിൻ സമൂഹത്തെ വിഭജിക്കുന്ന നിലയിൽ സെക്യുലറിസത്തിൽ നിന്ന് മാറി നിന്ന് വിദ്വേഷകരമായിട്ടുള്ള ഒരഭിപ്രായ പ്രകടനവും കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുൻപിൽ നടത്തിയിട്ടില്ല. അതാണ് ഞങ്ങൾ ഉറപ്പ്. ഇനി ഇന്ന് ഇവർ ഈ പറയുന്ന മഹാനായ സന്ദീപ് വാര്യർ ഇന്നെന്താ പറയുന്നത്? എന്റെ വീട്ടുവളപ്പിൽ RSSന്റെ ശാഖ നടത്തും, എന്റെ വീട്ടുവളപ്പിൽ RSSന്റെ കാര്യാലയം നിർമ്മിക്കും എന്നുള്ളത് തന്നെയല്ലേ ബി.ജെ.പിയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്ന ഘട്ടത്തിൽ ശാഖ വീട്ടുവളപ്പിൽ നടത്തും എന്നാണോ സന്ദീപ് വാര്യർ പറഞ്ഞത്? എനിക്കറിയില്ല. എന്തായാലും കോൺഗ്രസിന്റെ പ്രതിനിധി വിശദീകരിക്കട്ടെ. RSSന്റെ കാര്യാലയം സ്ഥാപിക്കുമെന്ന്
RSSന്റെ കാര്യാലയം സ്ഥാപിക്കുമെന്ന് ശാഖ വീട്ടുവളപ്പിൽ നടത്തുമെന്ന് സന്ദീപ് പറഞ്ഞതായി എനിക്കറിയില്ല. അത് കാര്യാലയം സ്ഥാപിക്കുമെന്ന് അല്ല കാര്യാലയം സ്ഥാപിക്കുമെന്ന് ഇല്ലേ? കാര്യാലയം സ്ഥാപിക്കും എന്നുമല്ല, കാര്യാലയത്തിന് വേണ്ടിയുള്ള സ്ഥലം വിട്ടുകൊടുക്കാൻ അമ്മ മരിക്കുന്നതിന് മുമ്പ് തീരുമാനിച്ച ആ തീരുമാനം നടപ്പിലാക്കും, ഒപ്പിട്ട് കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്നാണ് സന്ദീപ് പറഞ്ഞതെന്നാണ് എന്റെ അറിവ്. അല്ല വിട്ടുകൊടുത്ത സ്ഥലത്ത് കാര്യാലയം തന്നെയല്ലേ നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത്? കാര്യാലയം തന്നെയല്ലേ? ഇനിയിപ്പോ ഇതിന്റെ സന്ദീപ് വാര്യര് അല്ല പറയട്ടെ, അല്ല അദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിലല്ലേ ഈ പറഞ്ഞ പോലെ സ്ഥലം വിട്ടുകൊടുക്കുന്നത് കാര്യാലയം നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, അപ്പുറത്തെ തൊടിയിലല്ലോ. ഇനി സന്ദീപ് വാര്യര് മഹാനായ മനുഷ്യനായി മാറുകയല്ല, എന്റെ വീട്ടുവളപ്പിൽ ശാഖ നടത്തും, വീട്ടുവളപ്പിൽ കാര്യാലയം നിർമ്മിക്കും എന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു എന്നാണ്. അദ്ദേഹത്തിന്റെ അമ്മ വിട്ടുകൊടുക്കുമെന്ന് ഉറപ്പ് നൽകിയ ഭൂമി അത് ഒപ്പിട്ട് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഒരു രാഷ്ട്രീയം ഉപേക്ഷിക്കുമ്പോൾ അമ്മയെ കൂടി അമ്മ പറഞ്ഞ വാക്കുകൂടി ഉപേക്ഷിക്കാൻ പറ്റുമോ? അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് എന്താ, അദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിലാണ് കാര്യാലയം വരാൻ വേണ്ടി പോകുന്നത് RSSന്റെ. ഇവർക്കിപ്പോ പ്രയാസം ഉണ്ടാവില്ല, അവർക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല. ആ പ്രയാസം ഇല്ലാത്തതിന്റെ വാര്യർ എഫക്റ്റ് ആണ് ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് KPC പ്രസിഡന്റ്. അല്ലല്ല, ഞാൻ ഒറ്റ കാര്യം കൂടെ പറഞ്ഞോട്ടെ മാധു. മിനിഞ്ഞാന്ന് വലിയ കോലാഹലം ഉണ്ടാക്കുന്ന ആളുകൾ ഒരു കോലാഹലം ഉണ്ടാക്കി കണ്ടില്ല. കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് K. സുധാകരൻ എന്താ പറഞ്ഞത്? ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത് ജാംബവാന്റെ കാലത്താണെന്ന്. സന്ദീപ് വാര്യർ എഫക്റ്റ് ആണത്, സന്ദീപ് വാര്യർ എഫക്റ്റ് ആണ്. ജാംബവാൻ എന്ത് ചെയ്തു? ജാംബവാന ബാബറി മസ്ജിദ് തകർത്ത് ആണോ? ഈ നിലയിലേക്ക് കോൺഗ്രസിന്റെ നിലപാട് മാറുന്നുണ്ട് എങ്കിൽ അതാണ് ഇതിനകത്ത് RSSനെ പണയപ്പെടുത്തി കോൺഗ്രസിനെ എന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല ഇത് കാണല്ലേ ജാംബവാൻ എന്ത് ചെയ്തു? ജാംബവാൻ എന്തെങ്കിലും ചെയ്തിട്ടാ? ജാംബവാന്റെ കാലത്താണ് അല്ല മാഡം, അതായത് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതുൾപ്പെടെ ഈ നാടിനകത്തുള്ള കോൺഗ്രസ് മറന്നു പോകുന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് സംഭവിച്ചിട്ടുള്ള രാഷ്ട്രീയ അപജയം അത് ഞങ്ങൾ ഈ നാടിനോട് പറയും. ഇന്ത്യയുടെ തന്നെ മതനിരപേക്ഷ സമൂഹത്തെ വലിയ തോതിൽ ശിഥിലമാക്കാനിടയായ ഒരു രാഷ്ട്രീയ സാഹചര്യം, എന്റെ സാമുദായിക സാഹചര്യങ്ങൾക്ക് അപ്പുറത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഒക്കെ മറന്നു പോകാൻ കഴിയുന്നതൊന്നും ചരിത്രാതീതപ്പെട്ടു പോകുന്ന സംഭവങ്ങളൊന്നുമല്ല. അതൊക്കെ ശരിയാണ്.